അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇത് നാഗമാണിക്യത്തിന്റെ വിഷമാണെന്നോ? അപ്പോ നാഗമാണിക്യം കൊണ്ട് മരണം വരെ ഇല്ലാതാകുമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിക്കും? ഇതിപ്പോ നിങ്ങൾ പറയുന്നു നാഗമാണിക്യം മൂലമാണ് സംഭവിച്ചതെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപക്ഷേ നാഗറാണി കൊത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. ഒരിക്കലുമല്ല ദിഗ്വിജയ. മരണം സംഭവിച്ചത് നാഗമാണിക്യത്തിൽ നിന്നാണ്. അതിനർത്ഥം ഇവരുടെ ശരീരത്തിൽ നാഗം സ്പർശിച്ചിട്ടില്ല എന്ന്. ഇവരുടെ ശരീരത്തിൽ ഇപ്പോൾ കാണുന്നത് മഹാകാർക്കോടക വിഷമാണ്. അതടങ്ങിയിരിക്കുന്നത് നാഗമാണിക്യത്തിൽ മാത്രമാണ്. അടുത്ത സൂര്യാസ്തമയത്തിന് മുൻപായി ഇവരുടെ ശരീരം ദ്രവിച്ച് മായയായി മാറുന്നതാണ്. അല്ല ഗുരുക്കളെ, ഇതെങ്ങനെ സംഭവിക്കാനാ? ഇവര് മഹാശക്തിയുള്ളവരാ. ആ നാഗമാണിക്യം തേടി വന്നിട്ട് സ്വന്തം പ്രാണം നഷ്ടപ്പെടുത്തിയിരിക്കുക. നാഗമാണിക്യമാണെങ്കിൽ കാണുന്നുമില്ല. ഗുരുക്കളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇവര് നാഗമാണിക്യത്താൽ മരിക്കാൻ എങ്ങനെയാണ് സാധ്യത? മനസ്സിലാകുന്നില്ല ദിഗ്വിജയ. നാഗമാണിക്യം എന്നാൽ അതിനെ വിധിവിധാന പൂജകളോടെ പ്രാപ്തമാക്കണം. അല്ലാതെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ ഇത്തരത്തിൽ മരണം സംഭവിക്കും. അതാണ് എന്റെ നിഗമനം. അപ്പൊ പിന്നെ നാഗമാണിക്യം എങ്ങോട്ട് പോയി കാണും? ഭൂമണ്ഡലം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. എവിടെയോ ഒരു സ്ഥലത്ത് ഭദ്രമായിരിക്കുന്നു. എവിടെയോ ഒരിടത്ത് ഭദ്രമായിരിക്കുക. അപ്പോൾ പിന്നെ നാഗമാണിക്യം എങ്ങനെയാണ് നമ്മുടെ കൈവശത്ത്? നാഗമാണിക്യം നമ്മുടെ കൈവശമാകാൻ ഇനി ഒരു മന്ത്രതന്ത്ര വിദ്യകളാലും സാധ്യമാകുകയില്ല. ആദിശേഷൻ എവിടെയാണെന്ന് കണ്ടെത്തിയേ മതിയാകൂ. അവൻ മൂലം മാത്രമേ നാഗമാണിക്യം കൈവശപ്പെടുത്താനാകൂ. നാഗമാണിക്യം ഈ ഭൂലോകത്തിൽ തന്നെ ഉള്ളതിനാൽ അത് തന്ത്രത്തോടെ നമ്മൾ കൈക്കലാക്കിയേ മതിയാകൂ. ഇനി ഒരു പക്ഷേ അത് നാഗലോകത്തുള്ളവരുടെ കൈവശമാണിരിക്കുന്നതെങ്കിൽ അത് ആദിശേഷനാൽ മൂലം മാത്രമേ നാഗലോകത്തേക്ക് എത്തിക്കാനാകൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആദിശേഷനെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നാഗമാണിക്യം നമുക്ക് കൈവശപ്പെടുത്താനാകൂ. ശരി, പക്ഷേ ഈ ആദിശേഷനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നീ ഭയപ്പെടാതിരിക്കൂ ദിഗ്വിജയ. ആദിശേഷനെ കണ്ടെത്തുവാനായിട്ട് പൂജ നടത്തേണ്ടിയിരിക്കും. പൂജയുടെ ഫലപ്രാപ്തിയിൽ ആദിശേഷൻ എവിടെയാണെന്ന് കണ്ടെത്താനാകും. അവനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നാഗമാണിക്യവും നമ്മുടെ കൈവശപ്പെടുത്താനാകും. ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ഇത്രയും വർഷത്തെ തപസ് വ്യർത്ഥമായി പോകും ദിഗ്വിജയ. പൂജയ്ക്ക് ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. വാ, സമയമില്ല. ഈ നാഗമാണിക്യം ഞാൻ നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന ഘോര കാളകൂട കരാള അമാവാസി ദിനത്തിൽ ഞാൻ വന്നത് തിരിച്ചെടുത്തോളാം മഹാദേവ. അതുവരേക്കും ഈ നാഗമാണിക്യം അങ്ങയുടെ ഉത്തരവാദിത്തമാണ് ഭഗവാനെ. എന്താണ് മോളെ, എന്തു പറ്റി? എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സ്വാമിജി. ആ പരമേശ്വരന്റെ അനുഗ്രഹം നിന്റെ ഒപ്പമുള്ളപ്പോൾ ആശങ്ക എന്തിനാണ്? എല്ലാത്തിനും സമാധാനം ചെയ്യുന്ന ആ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ ഭയം എന്തിനാണ്? എന്താണെന്നറിയില്ല, വല്ലാത്തൊരാശങ്ക. എന്റെ തൃശ്ശൂരിൽ എന്തോ സംഭവിച്ചെന്നുള്ളൊരു പേടിയിലാണ് ഞാനിപ്പോ സ്വാമിജി. എന്റെ തൃശ്ശൂരിനെ കാണുന്നത് വരെ, അവനുമായിട്ട് സംസാരിക്കുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല. അവനെ എപ്പോഴെനിക്ക് കാണാൻ പറ്റും സ്വാമിജി? അവനെ കാണാൻ പാടില്ല. കാണേണ്ട സമയമാകുമ്പോഴേക്കും അവൻ തന്നെ വന്ന് നിന്നെ കാണും. അതാണ് ദൈവനിശ്ചയം. അത് താണ്ടി നിനക്കവനെ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ
നിന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ടല്ലോ, അതുപയോഗിച്ച് ആദിശേഷനുള്ള ഇടം നീ കണ്ടുപിടിക്ക്. നിന്റെ ചുറ്റുമുള്ള ആ ആൾ ആരാണ് എന്നറിയുവാൻ സാധിക്കും. ഇല്ല സ്വാമിജി, നാഗമാണിക്യം വഴി ആദിശേഷൻ എവിടെയാണുള്ളതെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണമുണ്ട് സ്വാമിജി. അന്ന് വാഗ്ദാനം ചെയ്യൂ ശിവാനി, നാഗമാണിക്യം കയ്യിൽ ലഭിക്കുമ്പോൾ നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത് ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ആ പരമേശ്വരനെ സാക്ഷി നിർത്തി സത്യം ചെയ്യൂ. ഞാനിതാ സത്യം ചെയ്യുകയാണ് ഗുരുദേവ. നാഗലോകത്തെ സാക്ഷി നിർത്തി, നാഗകുലത്തെ സാക്ഷിയാക്കി, നാഗദൈവമായ പരമേശ്വരനെ സാക്ഷിയാക്കി, ഈ നാഗലോകത്തിന്റെ സ്വത്തായ നാഗമാണിക്യം ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കില്ല. എന്റെ ആവശ്യത്തിനായി ഈ ലോകത്തിന്റെ ശക്തിയെ ഞാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല. ഇത് സത്യം, സത്യം, സത്യം. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി നാഗമാണിക്യം എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ലെന്ന് അന്ന് മഹാഗുരുദേവനോട് ഞാൻ സത്യം ചെയ്തതായിരുന്നു സ്വാമിജി. ഇപ്പോ ആദിശേഷനെ കണ്ടുപിടിക്കാനായിട്ട് നാഗമാണിക്യത്തിന്റെ ശക്തി ഞാൻ ഉപയോഗിച്ചാൽ അത് തീർച്ചയായും ദൈവകോപത്തിന് കാരണമാകും. അത് കാരണം എന്റെ നാഗലോകത്തിന് വരെ നാശം സംഭവിച്ചേക്കാം. ദൈവത്തിന്റെ ഇച്ഛ എന്താണോ അത് തന്നെ നടക്കും സ്വാമിജി. അജ്ഞാനം മാറ്റി നല്ല ജ്ഞാനം തരുന്ന മഹേശ്വരൻ, നിന്റെ ഈ ഭക്ത അതിലെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം തന്നെ, അഘോര കാർക്കോടക അമാവാസിക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ഇരുവരുടെയും സമാഗം. അല്ല സ്വാമിജി, അങ്ങ് പറയുന്നത്? അതെ, പ്രപഞ്ചത്തിലെ പ്രലോഭനങ്ങൾക്ക് നീ കളങ്കമാവുമോ എന്ന് ഓരോ ക്ഷണവും ഓരോ നിമിഷവും ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണുന്നത് മുഴുവൻ ആ ഭഗവാന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. പരമാത്മാവ് അതിനുവേണ്ടി അവനിൽ നിന്ന് നീയും നിന്നിൽ നിന്ന് അവനും ദൂരെ ആയിരിക്കുന്നതും പരീക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ആദിശേഷനെ ഒന്ന് കാണാനായിട്ട് എപ്പോഴാണ് ദൈവം ഒന്ന് അനുഗ്രഹിക്കുക സ്വാമിജി? എത്രയും പെട്ടെന്ന് തന്നെ. അഘോര കാർക്കോടക അമാവാസിക്ക് മുൻപേ നിങ്ങൾ ഇരുവരുടെയും സമാഗമം. അത് മഹാപൂജയാണ്. ശിവാഷ്ടകം, ശിവമാഹാത്മ്യം, പഞ്ചാക്ഷരി മന്ത്രം, വിശിഷ്ടമായതെല്ലാം കൂടിച്ചേർന്നുള്ള മഹാപൂജ. പരമേശ്വരൻ അനുഗ്രഹിച്ചാലേ നിനക്ക് ആ പരമേശ്വരന്റെ ആശീർവാദം ലഭിക്കുകയുള്ളൂ. ആ ശക്തിയാൽ മാത്രമേ നിന്റെ നഗ്ന നേത്രങ്ങളാൽ നാഗരൂപികളാര്, മനുഷ്യരൂപികളാര്, ദുഷ്ടരൂപികളാര്, കള്ളന്മാരാരെന്ന് തേടി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ശക്തികൾ നേടിയേ മതിയാകൂ. അതിനുവേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചും കഠിന പൂജകൾ ചെയ്യാൻ ഞാനിപ്പോൾ തയ്യാറാണ് മഹാദേവ. ഓം നമഃ ശിവായ. ഓം ജ്വാലമാലിനിയേ നമഃ, രുദ്രമാലിനിയേ നമഃ, ചണ്ഡായേ നമഃ, ചാമുണ്ടായേ നമഃ. നമോ നമഃ തായേ, നമോ നമഃ. ആശീർവദിക്കൂ ഈ ഭക്തനെ. ഭയം വേണ്ട ദിഗ്വിജയ, നമ്മളിവിടെ നടത്താൻ പോകുന്നത് മഹായജ്ഞം. ഈ യജ്ഞത്തിന്റെ ഫലമായി നാഗലോകവാസിയായ ആദിശേഷൻ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും എന്റെ മുന്നിൽ എത്തുന്നതാണ്. ഗുരുക്കളെ, ആ ആദിശേഷൻ എവിടെയുണ്ട്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഇന്നയാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? നിസ്സംശയം സാധിക്കും. ആ ആദിശേഷൻ നാഗരൂപത്തിലായിരിക്കട്ടെ, മാനവരൂപത്തിലായിരിക്കട്ടെ, പശു, പക്ഷി, മൃഗം, അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിൽ തന്നെയും മനസ്സിലാക്കാനാകും നമുക്ക്. അതിനുള്ള ആശീർവാദം തായി ജ്വാലമാലിനി തന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെല്ലാം മുൻപ് തായി ജ്വാലമാലിനിയെ പൂജിക്കേണ്ടിയിരിക്കുന്നു. ഓം ജ്വാലമാലിനിയേ നമഃ, ഓം രുദ്രമാലിനിയേ നമഃ, ഓം രക്താർഘ പ്രിയേ നമഃ.
നാഗകുലകുല ശത്രുവേ നമഃ. ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്താ എന്റെ മനസ്സിൽ തോന്നുന്നത്? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്കായിരിക്കും സംഭവിക്കുക? ആര് കാരണമായിരിക്കും? അത് ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ആയിരിക്കോ? അതോ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ആർക്കെങ്കിലും ആയിരിക്കോ? അല്ല, ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ തൃശ്ശൂരിൽ തന്നെ ആയിരിക്കോ? അഭയ്, നിങ്ങൾക്ക് എന്തോ അപകടം വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുക. എന്റെ മനസ്സും അങ്ങനെയൊക്കെ പറയും. എന്തെങ്കിലും നല്ലത് നടക്കും, ചീത്ത നടക്കും എന്നൊക്കെ. എന്ന് വെച്ച് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതി ഒരുപാട് ചിന്തിച്ചു കൂട്ടാനും പോവില്ല. എന്നാൽ ഒരു പക്ഷെ തിന്മയുണ്ടാകും എന്ന് തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ആവും, അല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക അഭയ്. അങ്ങനെ വെറുതെ ഒന്നും എനിക്ക് തോന്നാറില്ല. എന്റെ മനസ്സിൽ തോന്നിയതൊക്കെ നടന്നിട്ടുണ്ട്. അതാ ആ പേടി കൊണ്ടാ ഞാനിപ്പോ പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് പൊയ്ക്കോളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശമൊക്കെ മറന്നിട്ട് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. ശിവാനി, ഞാൻ വന്നത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് പേടിച്ചോടി പോവാനല്ല. ഇവിടെയുള്ള നിഗൂഢതകളെല്ലാം പുറത്തുവിട്ട് വെറും സത്യം മാത്രം തെളിയിക്കുവാൻ വേണ്ടിയാണ്. അതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എല്ലാം ചെയ്യും. ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ഒരുപാടുണ്ട്. കണ്ടുപിടിക്കേണ്ട ഉത്തരങ്ങളും ഒരുപാടുണ്ട്. കണ്ടുപിടിക്കും ഞാൻ. ഇതെല്ലാം വിട്ടിട്ട് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ പോവാനാണ്? നോക്ക്, എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. പറയുന്നത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. ദയവേത് പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. വേണമെങ്കിൽ തൃശ്ശൂര് വന്നതിന് ശേഷം നിങ്ങളുടെ അന്വേഷണം വീണ്ടും തുടങ്ങിക്കോളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ജോലിയെല്ലാം മറന്നിട്ട് പെട്ടെന്ന് പോവാൻ നോക്ക്. ഞാനിവിടെ ഇല്ലെങ്കിൽ തൃശ്ശൂലും ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എനിക്ക് കൂട്ടായി ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. എത്രയോ പ്രശ്നങ്ങൾക്ക് ഉത്തരം തന്നെ ഇല്ല. 1000 സംശയങ്ങൾ. ഇതിന്റെ എല്ലാ നടുക്കാണ് ഞാനും. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കണം. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് പറയാണ്, കുറച്ച് ദിവസത്തിനകം എല്ലാം ശരിയാവും. അതുവരെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളുടെ ഭർത്താവിനും ഒന്നും സംഭവിക്കില്ല. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓം ജ്വാലമാലിനിയേ നമഃ, രുദ്രമാലിനിയേ നമഃ, ചണ്ഡായേ നമഃ, ചാമുണ്ടായേ നമഃ. തായി മന്ത്രകപോത ആവാഹയാമി, മന്ത്രപക്ഷി ആവാഹയാമി. ഓം കപോതപക്ഷി ആവാഹയാമി. ജ്വാലമാലിനി തായേ, ഈ ഭക്തന്റെ അപേക്ഷ മാനിച്ച് മായാ കപോതത്തെ അയച്ചുവല്ലോ നീ. നിനക്ക് ശതകോടി പ്രണാമങ്ങൾ തായേ. ഗുരുക്കളെ, എന്തൊക്കെയാണിത്? നിങ്ങൾ ഏതെങ്കിലും മഹാമന്ത്രം പ്രയോഗിച്ചിട്ട് ഏതെങ്കിലും വലിയ രാക്ഷസനെ വിളിച്ചു വരുത്തി ആ ആദിശേഷനെ കാണിച്ചു തരുന്നത് ഞാൻ വിചാരിച്ചിട്ട് ഇതിപ്പം ഒരു പ്രാവിനെയാണോ വരുത്തിയിരിക്കുന്നത്? അതിനുവേണ്ടിയാണോ ഇത്രയും വലിയ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്? മൂഢ, നീ കരുതും പോലെ ഒരു സാധാരണ പ്രാവല്ല ഇത്. ജഗത്തിന്റെ ഏത് മൂലയിൽ ആ ആദിശേഷൻ ഒളിഞ്ഞിരിക്കുകയാണെങ്കിലും അവനെ കണ്ടെത്താനുള്ള സാമർഥ്യമുള്ള മന്ത്രകപോതമാണിത്. വാ കപോതമേ, വാ.
ഗുരുക്കളെ, ഈ പ്രാവിനെ കൊണ്ട് ആദിശേഷനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും. അല്ല, ഇതെങ്ങനെ സംഭവിക്കുന്ന കാര്യമാണെന്ന് പറ. ഈ കപോതം ഇപ്പോ ഇവിടെ നിന്ന് പറന്നകന്ന് എല്ലായിടത്തും നിരീക്ഷിക്കുന്നതാണ്. ഇതാരുടെ മേൽ പറന്നു ചെന്നിരിക്കുന്നുവോ അവൻ തന്നെയാണ് നിസ്സംശയം ആദിശേഷൻ. പോകൂ കപോതമേ, എല്ലായിടത്തും അന്വേഷിക്കും. എനിക്ക് നിന്നെ വിട്ട് കുറച്ച് നാൾ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വരും. ഞാൻ ശിവാനിയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും എന്റെ ശക്തിയും എല്ലാം എനിക്കിപ്പോ അറിയാം. പക്ഷേ എപ്പോഴും പ്രശ്നങ്ങൾ എന്നെ വിട്ടു പോകുന്നേയില്ലല്ലോ. കാരണം എന്റെ ആദിശേഷൻ ഇപ്പൊ എന്റെ കൂടെയില്ല. അവൻ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ആദിശേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുന്നോട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമായേനെ. പക്ഷെ അതെങ്ങനെ സംഭവിക്കാം? ഒരാള് പോലെ എന്റെ സഹായത്തിനില്ലല്ലോ. ആ, നാഗലോകത്തേക്ക് പോയേ പറ്റൂ. അവിടെ ചെന്നാൽ മാത്രമേ എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടുള്ളൂ. നാഗലോകത്ത് ചെന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന സൂചന അനുസരിച്ച് എന്റെ മുന്നോട്ടുള്ള ജോലികൾ എനിക്ക് എളുപ്പമാക്കാൻ പറ്റും. അതാ നല്ലത്. അവിടെ നിന്ന് മാത്രമേ എനിക്കൊരു സഹായം ലഭിക്കുകയുള്ളൂ. ഓം നമഃ ശിവായ. 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 പ്രണാമം ഗുരുദേവ. നീയോ? നീ എന്തിനിവിടേക്ക് വന്നു? ഇതെന്താണ് ഗുരുദേവ? നാഗലോകം എനിക്ക് നിഷിദ്ധമാണോ? ഈ നാഗലോകത്തിന്റെ നിയമങ്ങൾക്കെതിരെ ജീവിക്കുന്നവർക്ക് നാഗലോകം നിഷിദ്ധമായിരിക്കും. ഗുരുദേവ, നമ്മുടെ പക്കലിനി അധിക സമയമൊന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുമുണ്ട്. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം എനിക്ക്. അതിന് ആദിശേഷൻ കൂടെ ഉണ്ടാവണം. അവനില്ലാതെ നാഗമാണിക്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതല്ല. ആദിശേഷന്റെ മനുഷ്യരൂപത്തിലുള്ള തൃശൂലിനെ കാണാതായിരിക്കുകയാണ് ഗുരുദേവ. അതിന് അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞാലും. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണക്കാരി നീ ആയിരിക്കുമ്പോൾ എന്ത് പരിഹാരമുണ്ടാക്കിയാലും പ്രയോജനമില്ലല്ലോ. നിനക്ക് നാഗമാണിക്യം ലഭിച്ചപ്പോൾ അല്പം പോലും ചിന്തിക്കാതെ അത് വിഴുങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളാണ്. അതുകൊണ്ട് ഇതിനെല്ലാമുള്ള പ്രതിഫലം നീ അനുഭവിച്ചേ മതിയാകൂ. ഗുരുദേവ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇപ്പോൾ ദേഷ്യപ്പെടാനുള്ള സമയമല്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളാണുള്ളത്. അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്താണത്? പക്ഷേ എന്നോടൊരു വാക്കുപോലും പറയാതെ. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിന്നെ കൊണ്ട് സാധിക്കാത്ത ദൗത്യം നിറവേറ്റുവാൻ വേറെയും ആളുകൾ ഇവിടെയുണ്ട്. അല്ല ഗുരുദേവ, നാഗമാണിക്യം എന്നത് എന്റെ... ശിവാനി, നാഗമാണിക്യം എന്ന പദം ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലെന്ന് മനസ്സിലാക്കിക്കോളൂ. പോകൂ ഇവിടുന്ന്. എന്റെ കൺമുമ്പിൽ നിന്നും വേഗം പോകാൻ നോക്കൂ. ഗുരുദേവ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാഗമാണിക്യത്തെ... മതിയാക്കൂ അവിവേകി. പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ നിനക്ക്? നിന്റെ നാവിൽ നിന്നും ഒരു വാക്ക് പോലും ഇനി ഉച്ചരിച്ചാൽ
എന്റെ ശാപമായിരിക്കും അതിനുള്ള ഉത്തരം. യുഗങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും മോചനമില്ലാത്ത കടുത്ത ശാപം. അതിന് നീ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എന്റെ സമീപത്ത് നിന്ന് പോകൂ. അങ്ങയുടെ ഇഷ്ടം പോലെ ഗുരുദേവ. വഴികാട്ടൂ മായാകബോധമേ, വഴികാട്ടൂ. ആദിശേഷൻ ഇരിക്കുന്ന ഇടത്തേക്ക് പോകൂ. അവൻ ആരാണെന്ന് കാട്ടിത്തരൂ. അഷ്ടദിക്കുകളിലും അവനുണ്ടോ എന്ന് തിരഞ്ഞു നോക്കൂ. ഓം ജ്വാലമാലിനിയേ നമഃ.